പല്ലവി കേൾക്കുമ്പോൾ കൊഞ്ചും പുള്ളിന്റെ പല്ലവി കേൾക്കുമ്പോൾ കൊഞ്ചും 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 വള്ളത്തി പുള്ളിന്റെ പല്ലവി കേൾക്കുമ്പോൾ കൊഞ്ചും 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 മൊഴിയെന്റെ തേൻകിനാവെ മനസ്സിൽ പതിഞ്ഞ മോഹം എന്റെ കണ്ണേ മാലവേച്ചേ, കാത്തിരിപ്പിനും ഒരു പരിധിയുണ്ട് കേട്ടോ. സാരികയേച്ചി ഇനി വരാനൊന്നും പോകുന്നില്ല. കുട്ടി പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്റെ മനസ്സ് പറയുന്നു എന്റെ സാരകി ഉറപ്പായും എന്നെ കാണാൻ വരുമെന്ന്. മോളെ, ആ നീ ഇവിടെ തന്നെ ഇരിപ്പാണോ? വീട്ടിലേക്കൊന്നും വരുന്നില്ലേ? അച്ഛാ, ഇന്ന് സാരികയേച്ചി വരുമെന്ന്. ഓരോരോ തോന്നലുകളെ കൊല്ലം 5-6 അച്ഛൻ കേൾക്കുന്നതല്ലേ ഇത്? ഇതിന് മരുന്ന് ഒന്നേ ഉള്ളൂ. അച്ഛൻ മാലവേച്ചിക്ക് ഒരു ചെക്കനെ കണ്ടെത്ത്. കല്യാണമോ? എവൾക്കോ? എത്ര നല്ല ബന്ധങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാമോ? വേണ്ടേ വേണ്ട, ഈ ജന്മം എനിക്ക് കല്യാണമേ വേണ്ട. എന്റെ മോളെ, വർഷങ്ങൾക്ക് മുമ്പ് അനുസരണക്കേട് കാട്ടി അന്യമതക്കാരനോടൊപ്പം പോയ അനിയത്തിക്ക് വേണ്ടി നീ എന്തിനാ ഇങ്ങനെ നിന്റെ ജീവിതം പാഴാക്കണേ? ശീലായില്ലേ കുമാരമാമ? ഒക്കെ ഇന്നെന്റെ സാരകി വരും. ഇത് എന്നത്തെയും പോലൊരു തോന്നലല്ല, ഉൾവിളിയ. തേങ്ങാ കൊല. നീ ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നു. ഗായത്രി, നീ വേണേൽ ഇന്ന് മാലുമോൾക്ക് കൂട്ടുകിടന്നു. വേണ്ട മാമ, ഗായത്രിയെ കൊണ്ടുപോയിക്കോളൂ.
എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരിക്കണം. തനിച്ചിരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ. ഓർമ്മകൾ ചുറ്റിനും നൃത്തം വയ്ക്കുമ്പോൾ പോയ കാലങ്ങൾ ഇന്നും എനിക്ക് പുസ്തകത്തിനുള്ളിലെ മയിൽപ്പീലിയ. ഓർത്തു പോവാ ഞാനല്ല, എന്റെ മോളൂട്ടിയുടെ കുട്ടിക്കാലം. പിന്നെ ആരത്? ആരാൻ ചോദിച്ചില്ലേ? എന്റെ മോള്, മോളെ, മോളെ, നീ നീ ഈ രാത്രിയില് വിളിച്ചിട്ട് എനിക്ക് പേടിയാ മതിവെച്ചി. ഇരുട്ടം ഇരുട്ടം എനിക്കിപ്പോ ഇഷ്ടം.
കുട്ടി ഇതെന്ത് കോലമാ ഇത്? ഒരിത്തിരി വെള്ളം. മോളിരിക്ക്, ചേച്ചി ഇപ്പൊ വെള്ളം കൊണ്ടുവരാം. കുടിമോളെ, മോളെ എന്തു പറ്റി മോളെ നിനക്ക്? മോളെ, സത്യത്തിൽ ഈ നിഴലുകളൊക്കെ കള്ളന്മാരല്ലേ ചേച്ചി? എന്നിട്ട് എന്താ ചേച്ചി ഞാൻ നിഴലിനെ പ്രണയിച്ചത്? പണ്ടത്തെ പോലെ ഞാൻ എന്റെ മാലിവേച്ചിയുടെ മടിയിലൊന്ന് കിടന്നോട്ടെ. എനിക്ക് കൊതിയാവുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചിക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? ഒരു വിവാഹം പോലും കഴിക്കാതെ സ്വന്തം ജീവിതം അനിയത്തിക്ക് വേണ്ടി നീക്കി വെച്ചവളല്ലേ ചേച്ചി? ഇതൊക്കെ എന്തിനാ നീ ഇപ്പൊ പറയണേ? നിനക്ക് എന്താ പറ്റിയെന്ന് പറ മോളെ. ഒക്കെ എനിക്ക് പറയണമെന്നുണ്ട്. മുഴുവൻ പറയാൻ കഴിയുമെന്നറിയില്ല. ഞാൻ വിശ്വസിച്ച് പുറപ്പെട്ടു പോയ നിഴൽ ശരിക്കും എന്നെ തന്നെ ഇല്ലാതാക്കി. തെളിച്ചു പറ കുട്ടി. തോമസ് എന്ന വീഡിയോഗ്രാഫറെ ഞാൻ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും പിന്നെ ചേച്ചിയെ ധിക്കരിച്ച് ഇവിടെ നീങ്ങിപ്പോയതും ഒക്കെ ഒരു പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു തലച്ചോറ്. തോമസിനോടൊപ്പം നേരെ പോയത് എറണാകുളത്തേക്കാ. അവിടെ ഒരു പരസ്യ കമ്പനിയില് തോമസിന് ജോലി കിട്ടി. ഞാൻ ഇന്നും ഓർക്കുന്നു. ആദ്യത്തെ ശമ്പളവും വാങ്ങി തോമസിന്റെ അടുത്തേക്ക് ഓടി വന്ന നിമിഷം ഇന്ന് നേരത്തെ ആണല്ലോ. പറയാം, നീ വാ. വാ, നീ വന്നടി. എന്താ? നിന്നെ ഞാനൊന്ന് എടുത്തോട്ടടി. തോമസ്, എന്താ ഇത്? വിട്. ഇല്ല, വിടൂല്ല. നീ എന്റെ മുന്താസ്, ഞാൻ നിന്റെ ഷാജഹാൻ. സമ്മതിച്ചു. ഇറക്കെന്നെ താഴെ ഇറക്ക് പൊന്നെ. ഓക്കെ, ഇനി പറ, എന്താ ഇത്ര സന്തോഷത്തിന് കാരണം? പറയാം, നീ ഇങ്ങോട്ടിരി. പേയ്മെന്റ്, സാലറി. കമ്പനിക്കാർക്ക് എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഞാൻ 25,000 പ്രതീക്ഷിച്ചെടുത്തേ. എനിക്ക് അവർ 1,00,000 രൂപയാ സാലറി തന്നു. കണ്ടോടി, ഇത് നിനക്കുള്ളേ എന്റെ മുന്താസ്. അപ്പൊ ഉടനെ ഒരു താജ്മഹൽ പ്രതീക്ഷിക്കല്ലേ? പിന്നെന്ത്? ഇങ്ങനെ പോയി കഴിഞ്ഞ 1 വർഷം കൊണ്ട് 10,00,000 രൂപ, 10 lakhs. എനിക്ക് തോന്നുന്നത് കുറഞ്ഞതൊരു 3-4 വർഷം കൊണ്ട് നമുക്ക് ഈ വീട് തന്നെ സ്വന്തമാക്കാം. മോഹം കൊള്ളാം. കുന്നോളം മോഹിച്ചാലല്ലേ കുന്തിക്കുരുവോളം കിട്ടോളൂ. പിന്നെ ഭയങ്കര പണ്ടല്ലേ. എന്റെ തോമസിനൊക്കെ കഴിയും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ നല്ലൊരു സ്ട്രോങ് ചായ. വേണ്ട, അതൊക്കെ ഇന്ന് നമുക്ക് പുറത്തുനിന്നാവാം. അതല്ലേ ഞാൻ ഇന്ന് നേരത്തെ വന്നേ. വേണ്ട തോമസ്, ഈ സിറ്റിയിലെ തിരക്കും ബഹളവും ഒക്കെ എനിക്ക് പേടിയാ. പഴഞ്ചൻ. ഈ ന്യൂക്ലിയർ യുഗത്തിലെ കാവും കളരിയൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ അവിടെ തന്നെ കിടക്കാനേ പറ്റും. സമ്മതിച്ചേ. എന്നാൽ ഇന്ന് ഔട്ടിങ്ങിനൊന്നും പോകണ്ട. ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോൻ അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നിനക്കൊരു രസം കേൾക്കണം. ഇന്നോടെ ഒരു പുതിയ മോഡൽ വന്നു. ഹാഫ് സ്കർട്ട്, ഇത്തിരിയും പോകുന്നൊരു ബ്ലൗസും ഒക്കെ ഇട്ട് അവള് മുമ്പിൽ വന്ന് പോസ് ചെയ്തപ്പോഴേ എന്റെ മോളെ, കർത്താവാണ് സത്യം. എന്റെ നെഞ്ചിന്ന് ഒരു കിളി പറന്നുപോയി. വേണ്ട മോനെ വേണ്ട.
അതൊക്കെ വിട്ടുപിടി. സാരകി, ഈ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ലോകമാണ്. അല്ലാതെ നിന്നെ പോലെ പഞ്ചായത്തൊന്നുമല്ല മോഡലിങ്ങിന് വരുന്നത്. തുണി അവിടെ അഴിക്കണമെന്ന് പറഞ്ഞാ മതി. അയ്യേ തോമാച്ച നിർത്ത്, എനിക്ക് കേൾക്കണ്ട. ശരി, ഞാൻ നിർത്തി. പക്ഷേ എന്റെ തൊഴിൽ അതാണ്. എന്നാലും എത്ര മേനകമാരെന്റെ മുമ്പിൽ വന്ന് നിന്നാലും എന്റെ മനസ്സിൽ എന്റെ പൊന്നു മോളെ നീ മാത്രമേ ഉണ്ടാവൂ, എന്റെ സാരകി. ശരിക്കും ശരിക്കും സത്യം. തോമസേ. അയ്യോ ശങ്കർജി, സരകി ഇതെന്റെ ബോസാ. ഫുൾ ടൈം എൻജോയ്മെന്റ് ആണല്ലോ. അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ, ഞങ്ങള് വെറുതെ ഒരു. ഇതേതാണോ ഈ സാധനം? കൊള്ളാമല്ലോ. അയ്യോ ഇതെന്റെ വൈഫാ. നല്ല വിവരമുണ്ടല്ലോ. ഇത്രയും നല്ലൊരു സാധനത്തിന് വെച്ചിട്ടാണോ താൻ മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നത്? അത് പിന്നെ അത് സാറേ, ഇവൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. നല്ലത് കണ്ട നല്ലതെന്ന് തന്നെ പറയും. അത് ഈ ശങ്കർജിയുടെ ഒരു ശീലമാണ്. ഓക്കെ, ഈ കാര്യം പക്ഷേ ദൈവത്തിന്റെ വികൃതിയാവാം. ഒറ്റ ദിവസം കൊണ്ട് ഒക്കെ മാറി മറിഞ്ഞു. കമ്പനിയുടെ സ്ഥിരം മോഡലും പ്രശസ്ത സിനിമാ താരവുമായ പെൺകുട്ടിയുമായി തോമസ് ഉടക്കി പിരിഞ്ഞ ദിവസം വളരെയേറെ അസ്വസ്ഥനായിട്ടാണ് തോമസ് അന്ന് വീട്ടിലേക്ക് കയറി വന്നത്. എന്തു പറ്റി തോമാച്ച? എന്താ ഇത്ര ടെൻഷൻ? സരകി നീ പോ, എന്റെ കണ്ടീഷൻ തീരെ ശരിയല്ല. തോമാച്ചയെ പറ, എന്താ പറ്റിയത്? അവളുണ്ടല്ലോ, അവള് പരസ്യ കമ്പനി മുതലാളിയുടെ താര റാണി ലിസി. അവള് നിന്നെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ കൊടുത്ത് കരണ തുറന്നു. പുല്ല് എടി, ഷൂട്ട് മുടക്കിട്ട് അവൾ ഇറങ്ങി പോവുകയും ചെയ്തു. എന്തിനാ അവളുമായിട്ട് ഉടക്കിയത്? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവത്തില്ല. ശങ്കർജി ഇനി ഇതെന്ത് കുരിശെന്നുണ്ട്. താൻ എന്നാ കോപ്പിലെ പണിയോടോ കാണിച്ചത്? ലിസി എന്റെ കമ്പനിയുടെ ഫേവറേറ്റാ. സാറേ, എന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. ശങ്കർജിയുടെ പൊന്നുവിളയണം മരമാണത്. അത് മൂടോടെ വെട്ടിയിട്ടിട്ട് നാളെ പണിക്കൊന്നും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. സാറേ, ഞാൻ പറയുന്ന കൂടെ സാറിന് കേൾക്ക്. അല്ലേ അവളേക്കാൾ ഫിഗറുള്ള വേറൊരുത്തി. അത് കണ്ടെത്തിയിട്ട് താൻ എന്റെ കമ്പനിയിലോട്ട് ഇനി ഉണ്ടാക്കിയാ മതി. സാറേ ഞാൻ പറഞ്ഞു. സാർക്ക് ഇനി എന്ത് ചെയ്യും? ലിസിക്ക് പകരം നാളെ ഞാൻ ആരെ കൊണ്ട് ചെല്ലും? ഒരു 100 എണ്ണത്തിന് വിളിച്ചു. ആർക്കും എന്നോടൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത് അവളുടെ പണിയാ. ഫീൽഡ് മുഴുവൻ ബ്ലോക്ക് ആക്കി. തോമാച്ചൻ വിഷമിക്കണ്ട. നാളെ തോമാച്ചന്റെ ഷൂട്ടിംഗ് നടന്നിരിക്കും.
എടി അതിന് മോഡൽ എവിടെ? ഉണ്ടല്ലോ. ദേ എന്നെ ഒന്ന് നോക്കിയേ. സരക്ക് തമാശ കാണിക്കൽ നീ പോ. ഞാനൊരു 50% ഓക്കെ അല്ലേ? ഇത് നിനക്ക് എന്താ വട്ടാണോടി? നോ ഡിയർ, ഐ ആം സീരിയസ്. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവത്തില്ല. ശരിയാവും. നോക്ക് തോമാച്ച, ഉള്ള പണി കളഞ്ഞാലേ ജീവിതം കട്ട പുകയാവും. കാറിന്റെ CC മുടങ്ങും, ഫ്ലാറ്റിന്റെ വാടക മുടങ്ങും, പിന്നെ വഴിയാധാരം. അതിന് തോമച്ച ഷൂട്ട് മുടക്കണ്ട. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്ക്. അവളോടുള്ള ചാലഞ്ച്. നിങ്ങളുടെ മുതലാളിക്ക് എന്തായാലും എന്നെ ഇഷ്ടപ്പെടും. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? പറഞ്ഞില്ലേ, എനിക്ക് എന്റെ തോമാച്ചന്റെ കരിയറാ മുഖ്യം. പോരെ? നീ എന്റെ ദൈവമാടി, എന്റെ ദൈവം. എന്തോന്നുടേ ഇത്, ഒരു വികാരമില്ലാതെ. സാറേ ഇതാണ് എന്റെ വികാരം. ഇങ്ങനെയാണോടെ മോഡലിങ്ങിനൊക്കെ പോകുന്നത്? ഇതാണാ മോഡലിങ്? എടേ, ഇവനെയൊക്കെ ആരുടെ ഇങ്ങോട്ട് കയറ്റിവിട്ടെ. കഷ്ടം. തല എന്തോന്നോടെ കാണിച്ചു വെച്ചേക്കുന്നത്? സ്പൈക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് സ്പൈക്ക് ചെയ്യുന്നത്. പരമ കഷ്ടം. എന്റെ പൊന്നനിയ, നമ്മളൊരു മോഡലാകുമ്പോ ഒരു പോസ്റ്റിൽ വേണം നിൽക്കാൻ. നീ ആദ്യം ഒരു പോസ്റ്റിൽ നിൽക്കുക, ഞാനൊരു സ്റ്റിൽ എടുക്കട്ടെ. ആ, ശിവനെയൊക്കെ എന്ത് ചെയ്യുന്നു? നിന്നെ ആരുടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ? ശങ്കർജിയോ? ഓ, ശങ്കർജി എന്റെ അച്ഛന് ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ തന്നെ വേണം. അല്ല, ശങ്കർജിയുടെ കൂട്ടുകാരനല്ലേ നിന്റെ അച്ഛൻ? അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്റെ പൊന്നനിയ, നീ നേരെ ശങ്കർജി അടുത്ത് ചെല്ലണം. മോഡലിങ്ങിനെ പറ്റി നല്ലൊരു ക്ലാസ് നിനക്ക് അങ്ങനെ തരും. അങ്ങനെ മോഡലിംഗ് പഠിച്ചതിന് ശേഷം നീ ഇങ്ങോട്ട് വാ, നിനക്ക് നല്ല ഒന്നാം തരം സ്റ്റിൽ ഞാൻ എടുത്തു. പിന്നെ ശങ്കർജി കിടിലല്ലേ, മോഡലിംഗിന്റെ ഉസ്താദല്ലേ. നീ എത്രയും പെട്ടെന്ന് ശങ്കർജി അടുത്ത് പോയിട്ട് വാ. പിന്നെ ഞാൻ പോയി പഠിക്ക്. നീ ഇന്ത്യയിലെ 1 നമ്പർ മോഡലാവും. ഓ, തൽക്കാലം നീ പോയി പഠിക്ക്, എന്നിട്ട് നമുക്ക് സ്റ്റിൽ എടുക്കാം. എടാ, നീ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പോകുന്നത്? അവൾ കരയുകയാണ്. മിക്കവാറും ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാലേ അതിന്റെ പ്രൊഡ്യൂസർ ആയിരിക്കും കരയുന്നത് കേട്ടാ. ചെല്ല്. അല്ല, പോയിട്ട് വരുമ്പോ എടുക്കോ? എന്തോന്ന് ഫോട്ടോ? മോളെ, നീ റെഡിയല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇപ്പൊ എന്ത് പറയുന്നു സാറേ? സമ്മതിച്ചു മോളെ. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. സത്യം സത്യം. അവിടെ ഞങ്ങൾക്കായി ഈശ്വരൻ ഒരു സ്വപ്നലോകം തന്നെ സമ്മാനിച്ചു. ശരിക്കും സ്വർഗം. ഇതാര് തോമച്ചായ? ഇത് ഗ്ലോറി, മോഡൽ ലിസയുടെ അസിസ്റ്റന്റ്. ആ, ഇനി മുതൽ ഇവള് നിന്നോടൊപ്പം ഉണ്ടാവും. എന്തിന്? എടി, നീ ഇപ്പൊ പഴയ സാരംഗിയല്ല, മോഡലിംഗ് ഫീൽഡിലെ വെള്ളി നക്ഷത്രമാണ്. ആ, ശങ്കർജിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ലിസയ്ക്ക് കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ഇന്നു മുതൽ നിനക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും. എവിടെയാ വീട്? എറണാകുളത്താ. വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെയാ. ആ, ഇനി വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. ലിസി ഉപയോഗിച്ച ഈ കാറും അതിന്റെ ഡ്രൈവറും ഇനി മുതൽ നിനക്കുള്ളതാ. സോണി, ഇത് സോണി ലിസയുടെ ഡ്രൈവറാ. പക്ഷേ ഗ്ലോറിയുടെ ഭർത്താവാണെന്ന് ഉദ്യോഗം കൂടി ഉണ്ട് കേട്ടോ.
അല്ലേ സോണി? ഞങ്ങൾ ഫീൽഡ് വെച്ച് പരിചയപ്പെട്ടതാ മാഡം. പിന്നെ കർത്താവിന്റെ തീരുമാനം പോലെ അങ്ങ് ഒന്നിച്ചു. ലൈഫ് ഹാപ്പിയാ. പിന്നെ കുട്ടികളില്ലാന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അല്ലേടി ഗ്ലോറി? ആ ഇനി ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. ഇത് എന്റെ പൊന്നുമോക്ക് ശങ്കർജിയുടെ പ്രസന്റേഷന് 10 ലക്ഷം രൂപ, 10 lakhs. എനിക്കോ? ഇതാ പിടിച്ചോ. എടുത്തോ. എടുത്തോടി. അത് പക്ഷെ വളർച്ചയായിരുന്നില്ല, ജീവിതത്തിന്റെ തളർച്ചയായി മാറുകയായിരുന്നു. തോമസിൽ ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു വന്നു. ക്യാമറ കൈകൊണ്ട് തൊടാതെയായി. ഏത് പരസ്യവും പിടിക്കും. മോഡൽ ഞാൻ. ശരിക്കും ഞാൻ തോമസിന്റെ ഒരു വിൽപ്പന വസ്തുവായി മാറുകയായിരുന്നു. സമ്പന്നരായ സുഹൃത്തുക്കളുടെ എണ്ണവും വർദ്ധിച്ചു. മദ്യം കണ്ടമാനം തോർത്ത് തോമസ് ശരിക്കും മാറിപ്പോയി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ തോമസ് ഒരുക്കിയ ഒരു മദ്യസൽക്കാരം അതെന്റെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ചു. എടോ തോമസേ, താൻ ശരിക്കും ഭാഗ്യവാനാണോ? പെണ്ണും പിള്ളയുടെ ചെലവിൽ സുഖ ജീവിതം. അവളെന്നെ മഹാലക്ഷ്മി അല്ലേ ഗോപാൽജി? ഒരു നാട്ടിൻപുറത്തുകാരായിട്ട് നാടുവിടുമ്പോ സത്യം പറഞ്ഞ ഇത്രയേറെ ഉയരത്തിലെത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗോപാൽജി. അതിനാണോ കേജകേസരിയോഗം? ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് പുരുഷനും രക്ഷപ്പെടും. അതുപോലെ പിച്ചപ്പാളയും എടുക്കും. അതുകൊള്ള അതേതായാലും കലക്കി. എടോ തന്റെ സ്വർണ്ണമീനിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി താടോ. എന്റെ പൊന്നു ഗോപാൽജി, ആ കാര്യം ഞാൻ മറന്നു. ഈടൊന്ന് പിടിച്ചോട്ടെ, ഞാൻ എപ്പം പിടിച്ചോട്ടെ. ഒരു മിനിറ്റ് തീർത്ത് കളയല്ലേ? ആ സാരു, സാരു, അവളുടെ ഒരു പരീക്ഷയല്ലേ നമുക്ക് നാളെ? എന്താ? പിന്നെ എന്റെ ഫ്രണ്ട്സിനൊക്കെ നിന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. നീ ഹാലിലോട്ട് വാ. നോ, എനിക്ക് താല്പര്യമില്ല. തോമസ് ഇതിത്തിരി കൂടുന്നുണ്ടോ കേട്ടോ? കണ്ടവന്മാരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നേ? കണ്ടോ പോരാ, ഒറ്റ അടി വെച്ചിരും. അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട്, അവരൊക്കെ എല്ലാം വലിയ വലിയ ബിസിനസ്. എന്നാ അവരോട് ചെന്ന് പറ ആദ്യം ഭാര്യമാരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാൻ. ഓ, അപ്പൊ നീ വരില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ല. നീ വരില്ല? ഇല്ല. വേണ്ടടി പുല്ലേ. ഓ, നീ ഇപ്പൊ മറ്റുള്ള വലിയ താരമല്ലേ നീ? തോമസ്, ഷട്ട് അപ്പ്. പൊന്നച്ചട്ടെ, തോമസിന്റെ വാക്കപ്പതൊക്കെ പുച്ഛം. താര റാണി. എന്താണ്? എന്താണോ തോമച്ച? അവൾക്ക് അഹങ്കാരം. അഹങ്കാരം തലക്ക് മൂത്തിരിക്കുക അവൾക്ക്. അഹങ്കാരം സാരമില്ലടോ. ഇങ്ങോട്ട് വരാത്തവരെ അങ്ങോട്ട് പോയി കാണുന്നൊരു ശീലം ഞങ്ങൾക്കുണ്ട്. താൻ 2 എണ്ണം കൂടി വീശ്. വലിയ മോഡലല്ലേ അവള്? ഞാൻ അപ്പോഴേക്കും അവളെ ഒന്ന് കണ്ടേച്ചു വരാം.
തോമസേ അടി അടിയൻ അടി തലവേദന. ഞാനിന്നലെ ഇവിടെ ആയിരുന്നു. തല പിരിച്ചിട്ട് വയ്യ. യോ ടൈം ഇത്ര ഈ സാരിയുടെ ഷൂട്ട്. സരു 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 മോളെ, നിനക്കൊന്ന് ഷൂട്ടുള്ളല്ലേ? ഒരുപാട് ലേറ്റായി. എണീക്ക്. ക്ഷണിക്ക് മോളെ. നിന്നെ വിശ്വസിച്ച് കൂടെ പുറപ്പെട്ട ഞാൻ മണ്ടിയാ. മതിയടാ മതിയടാ നിന്നോടൊപ്പമുള്ള ജീവിതം. ഇറങ്ങി പോടാ പുറത്ത്. എന്ത് പറ്റി നിനക്ക്? തോമസ് പോയതിൽ പിന്നെ ഞാൻ തനിച്ചായി. അന്ന് ഞാൻ ചേച്ചിയെ കുറിച്ച് ചിന്തിച്ചു, കരഞ്ഞു. പക്ഷെ അവിടെ തന്നെ ഉറച്ചു നിന്ന് പൊരുതാനായിരുന്നു മനസ്സ് പറഞ്ഞത്. അതിനെനിക്ക് തുണയായി രണ്ടുപേരുണ്ടായിരുന്നു. എന്റെ ആയ ഗ്ലോറിയയും ഭർത്താവ് സോണിയും. ശരി സർ, എഗ്രിമെന്റ് ചെയ്തോളൂ സർ. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. സക്സസ് മാഡം. പുതിയൊരു കമ്പനിയാണ്. നാളെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്തോളാൻ പറഞ്ഞു. കൺഗ്രാറ്റ്സ്. കണ്ടു മാഡം, എന്റെ സോണിച്ചായന് നല്ല ബന്ധമാണ്. ഒരു കുരുക്കിലും ചാടിക്കില്ല. പകല് പോലെ വിശ്വസിക്കാം. താങ്ക്സ്. വെൽക്കം. അപ്പോ നാളെ പുതിയ കമ്പനിയിൽ. തോമസ് എന്നെ നിഴൽ പോലെ പിന്തുടർന്നു. മാപ്പ് പറയാനായി. പക്ഷേ ഞാൻ അയാളെ മൈൻഡ് ചെയ്തതേയില്ല. സരു സരു സാരു നിക്ക്. സാരു, ഞാൻ പറയുന്നത് കേക്ക്. സാരു മോളെ. തോമസ് അപ്പോഴും ശങ്കർജിയുടെ പരസ്യ കമ്പനിയിലായിരുന്നതുകൊണ്ട് ശങ്കർജിയുടെ കമ്പനിയിൽ പിന്നെ ഞാൻ പോയില്ല. മറ്റൊരു കമ്പനി, പുതിയൊരു ടീം. പക്ഷേ വിധി വീണ്ടും എന്നെ തോൽപ്പിച്ചു. മറ്റൊരു രൂപത്തിൽ. എന്താ മാഡം ഇത്?
എന്തുമാത്രം ടൈമാ വേസ്റ്റ് ചെയ്യുന്നേ? കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങളാദ്യം ചുമക്കെവിടെങ്കിലും പോയി മരുന്ന് മേടിക്ക്. ബാക്കപ്പ്. മേഡം 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 വിഷമിക്കണ്ട. അദ്ദേഹം ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. എന്റെ പരിചയത്തിൽ ഒരു ഡോക്ടറുണ്ട്. മേഡം ഇന്ന് തന്നെ അദ്ദേഹത്തെ പോയി കാണും. ഇത് അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡാ. പിടിക്കും മേഡം. ശരി. മാഡം ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? മോഡലിംഗ് രംഗത്താ, ക്യാമറമാനാ. ഇപ്പൊ കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ വേർപെട്ട് കഴിയാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് മാഡം ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സ് കൈവിടരുത്. രോഗമൊരു കുറ്റമല്ല, പ്രത്യേകിച്ചും ഇത്തരം രോഗങ്ങൾ. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? ടെസ്റ്റിൽ കണ്ടതാണ് പറയുന്നത്. മാഡത്തിന്റെ രക്തത്തിൽ HIV അണുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു സാധ്യതയില്ല. ഈ റിസൾട്ട് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. ഇത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ സംഭവിച്ചുവെന്ന് അതിപ്പം മാഡത്തിനല്ലേ അറിയൂ. ആ യൂസഫേ, താൻ വിട്ടതൊരു കോംപ്ലിക്കേറ്റഡ് കേസിനെയാണല്ലോടോ. അവർക്ക് HIV പോസിറ്റീവാണ്. അത് മൂർധന്യാവസ്ഥയിലാണ്. ഓക്കെ, വിൽ മീറ്റ് ഇൻ ദ ഈവനിങ് ദെൻ. ബൈ. ഡോക്ടർ ചതിച്ചു. യൂസഫ് എന്ന ക്യാമറാമാൻ വഴി എന്റെ രോഗവിവരം ഫീൽഡ് മുഴുവനും അറിഞ്ഞു. ഭയവും നാണക്കേടും കാരണം എനിക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല.
മേഡം നിൽക്കും മേഡം. മേഡം മേഡം പ്ലീസ്. എന്തിനാ എന്നെ പരിഹസിക്കാൻ വന്നതാണോ? അല്ല മേഡം, മേഡത്തിന്റെ അവസ്ഥയിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാഡം മുമ്പ് എന്നോട് പറഞ്ഞിട്ടില്ലേ നാട്ടിലെ തറവാടിനെ കുറിച്ചും അവിടുത്തെ ചേച്ചിയെ കുറിച്ചും ഒക്കെ? മാഡം ഇന്ന് തന്നെ തറവാട്ടിലേക്ക് തിരിച്ചു പോണം. ഇവിടെ കിടന്ന് നരയിക്കാന്നല്ലാതെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. എയ്ഡ്സ് രോഗികളെ അറപ്പോടെയും വെറുപ്പോടെയും കാണുന്ന സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. പ്ലീസ് മേഡം, മേഡം ഇന്ന് തന്നെ തിരിച്ചു പോണം പ്ലീസ്. ഞങ്ങൾ ഇറങ്ങാം. ഇനി മാഡത്തെ പോലെ മറ്റൊരു മോഡലിനെ കണ്ടെത്തണം. ജീവിതം ഇതായി പോയില്ലേ? അങ്ങനെ ഒടുവിൽ ഞാൻ എന്റെ ദൈവത്തിന്റെ മുന്നിൽ തന്നെ എത്തി. എന്റെ മാലവിച്ചിയുടെ മുമ്പിൽ ഈ മടിയിൽ ഇനി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ മോൾ സങ്കടപ്പെടണ്ട. ഇവിടെ ആരും ഒന്നും അറിയുകയും വേണ്ട. യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിയാൻ മോള് വൈകിയെങ്കിലും ഒടുവിൽ എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയല്ലോ. നീ അവസ്ഥയിലാണെങ്കിൽ എനിക്കിപ്പോഴും പഴയ മോളൂട്ടി തന്നെയാ. ബാ മോളെ, നമുക്കകത്ത് പോയി കിടക്കാം. എണീക്ക് മോളെ, 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 മോളെ. മാറ്റം അനിവാര്യമാണ്. അത് അത്യന്താപേക്ഷിതമായ സത്യവുമാണ്. എന്നാൽ തന്നിൽ ഉറവ കൊള്ളുന്ന തൻ്റെ ഇടത്താൽ ചിലന്തി വലകളിൽ അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്ന എത്രയെത്ര പെൺകുട്ടികൾ. നാട്ടുംപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞു ശീലിച്ച നമ്മളൊക്കെ ഇനി കണ്ണടകൾ ധരിക്കണം. കാരണം കാഴ്ച നഷ്ടപ്പെടുന്ന യുവത്വങ്ങൾക്ക് സ്വന്തം നിഴലുകൾ പോലും ഇനിയുള്ള കാലം ചതിക്കുഴികൾ തീർത്തുകൊണ്ടേയിരിക്കും.